നമസ്കാരം. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാ കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. മുട്ടിൽ മരമുറി കേസിൽ അഗസ്ത്യൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. വഞ്ചനാ കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. കേസിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് പ്രതി റോജി അഗസ്റ്റിൻ മാത്രം. മറ്റ് 2 പ്രതികൾ ഹാജരാകാതിരുന്നതിൽ കോടതിയുടെ വിമർശനം. ആളെ കളിയാക്കുകയാണോ എന്ന് ചോദ്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കോഴിക്കോട് പന്തീരങ്കാവിലെ ലേക്കർ ഇന്ത്യ കോപ്സ് ഓഫീസ് പൂട്ടിയ നിലയിൽ. കെട്ടിടത്തിന് സമീപം കമ്പനി ബോർഡ് ഇല്ല. വീണ വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചത് ഫെമ ലംഘനമാണോ എന്ന് പരിശോധിച്ച് ഇഡി. മറ്റൊരാളുടെ പേരിലെടുത്ത സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്കെന്ന് സംശയം. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ആഭ്യന്തര മന്ത്രാലയം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക്. മാറ്റം വരുത്തിയത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന നടപടിയിൽ. ഇടുക്കി മൂന്നാറിലെ ചൊക്രമുടി ഭൂമി വീണ്ടും വിവാദത്തിലേക്ക്. കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്ക് കരമടയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ സഹോദരങ്ങൾ നൽകിയ ഹർജിയിൽ. കുതിച്ചുയർന്ന സ്വർണ്ണവില. ഗ്രാമിന് 395 രൂപ വർദ്ധിച്ച് 14,600 രൂപയായി. പവൻ 1,16,800 രൂപ. വെള്ളിവിലയിലും വർധനവ്. ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ. മത്സരം 2:30 മുതൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മുട്ടിൽ മരമുറി കേസിൽ അഗസ്ത്യൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വഞ്ചനാ കേസിൽ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. അഡ്വക്കേറ്റ് രാജേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. രാജേഷ്, ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഒരിക്കലും സ്റ്റേ നൽകാനാകില്ല എന്നുകൂടി വിശദീകരിച്ചല്ലോ. തിരിച്ചടിയായിരിക്കുന്നു വിവരങ്ങൾ. അതിൽ ഒരിക്കലും സ്റ്റേ ചെയ്യാനാവില്ലെന്നുള്ള ഈ ഹർജി തന്നെ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ തള്ളിക്കളഞ്ഞു. കാരണം ഈ സാങ്കേതിക കാര്യം പറഞ്ഞുകൊണ്ട് ഈ കോടതിയിലേക്ക് വരേണ്ട കാര്യമില്ല, അതിന് നിങ്ങൾ താഴെ കോടതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചോളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവർ പറഞ്ഞ സാങ്കേതികത്വം എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് അത് സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിച്ചു എന്നാണ് ഇവരുടെ അവകാശവാദം. വനം വകുപ്പ് ഈ കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. അറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവർക്കെതിരെ ഒരു അന്വേഷണവും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ആ അന്വേഷണം പൂർത്തിയാകാത്തത് കൊണ്ട് ഈ വിചാരണ തടയണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇന്ന് ചോറ്റാനിക്കര കോടതിയിൽ ഇവർ ഹാജരാവേണ്ടതായിരുന്നു. ചോറ്റാനിക്കര കോടതിയും ഇവരെ ഈ കളിപ്പിക്കരുത് എന്നുള്ള രീതിയിലുള്ള ചോറ്റാനിക്കര കോടതിയും ഈ മജിസ്ട്രേറ്റ് കോടതി പോലും ഇവർക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇവര് ഈ താൽക്കാലികമായിട്ടൊരു സ്റ്റേക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പോയതാണ്. സാധാരണ ഇങ്ങനൊരു ഹർജി വന്നാൽ ഹൈക്കോടതി അത് അതിന്റെ സർക്കാരിന് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടാണ് ഇത് ഹർജി വന്നപ്പോൾ തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇങ്ങനത്തെ നിസ്സാര കാര്യമുള്ളത് ഹൈക്കോടതി വരുന്നു. ഇതൊക്കെ നിങ്ങൾ താഴെ കോടതിയിൽ വിചാരണ കോടതിയെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് ഇവരുടെ ഹർജി പരിഗണിക്കുക പോലും ചെയ്യാതെ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് സംഭവം. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പരിഗണിക്കുക പോലും ചെയ്യാതെ ഹൈക്കോടതി മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ഈ പ്രതികൾക്കെതിരെ വിചാരണ കോടതി വിമർശനം ഉന്നയിച്ച സാഹചര്യം കൂടി ഇന്നുണ്ടായി. ആളെ കളിയാക്കുകയാണോ എന്നാണ് പ്രതി റോജി അഗസ്റ്റിനോട് കോടതി ചോദിച്ചത്. കേസിൽ മുഴുവൻ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം എന്നതായിരുന്നു നേരത്തെ നിർദ്ദേശം. പക്ഷേ റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായത്. അതിലാണ് വിമർശനം ഉന്നയിച്ചത്. മാറി നിൽക്കാൻ വരെ മജിസ്ട്രേറ്റ് പറയുന്ന സാഹചര്യമുണ്ടായി. കുറ്റപത്രം വായിക്കുന്നതിനായി പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരോട് ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ എത്തിയില്ല. ചോറ്റാനിക്കര കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിൽപ്പെട്ട് കിടക്കുന്ന തടികൾക്ക് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന മലബാർ ടിമ്പേഴ്സ് ഉടമയുടെ പരാതിയിലാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ വഞ്ചനാ കേസ് എടുത്തിട്ടുള്ളത്. DGP S ശ്രീജിത്തിന് ആശ്വാസം. വിജിലൻസ് കേസ് അവസാനിപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടെ DGP ആയതിലെ പ്രധാന തടസ്സം നീങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജേഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രാജേഷ്, DGP ആയി തുടരുന്നതിൽ ശ്രീജിത്തിന് പ്രശ്നങ്ങളില്ല. എന്തൊക്കെയാണ് കോടതി പരാമർശിച്ചത്? മറ്റു വിവരങ്ങൾ. അതിൽ ഈ കേസിൽ മുൻപ് ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ പരാമർശങ്ങൾ മാത്രമാണ് നടത്തിയത്, ഉത്തരവുകളൊന്നും അല്ല നൽകിയത്.
അത് തനിക്ക് ഉത്തരവ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ചീഫ് സെക്രട്ടറി ഹാജരാകണം, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകണം എന്നുള്ള ഉത്തരവുകൾ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അത് ഹാജരാകാൻ പറഞ്ഞപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഹാജരാക്കിയതിന് മാത്രമാണ്, ഈ കേസിന്റെ മെറിറ്റിലല്ല. എസ് ശ്രീജിത്തിനെതിരെയുള്ള പരാതി സർക്കാരാണ് അന്വേഷണം നടത്തുന്നതും അതിന്റെ ചുമതലയും അതിന്റെ അധികാരവും സർക്കാരിനാണ്. ഇതിൽ ക്ലീൻ ചിറ്റ് നൽകുന്നത് ഇതൊക്കെ സർക്കാരാണ് ചെയ്യേണ്ടത്, കോടതിക്ക് ഇത് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കോടതി വാക്കാൽ ഉതിർത്തെങ്കിലും ഇന്ന് സർക്കാരിന്റെ മറുപടി കൃത്യമായിട്ട് ഹൈക്കോടതി ചെന്നു. എസ് ശ്രീജിത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ അഴിമതി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണവും വേണ്ട എന്ന് കൃത്യമായ ഒരു മറുപടി ഇന്ന് സർക്കാർ കൊടുത്തപ്പോൾ ഹൈക്കോടതി ഈ കേസ് തീർപ്പാക്കി. അത് എന്തെങ്കിലും ഇനി പുതിയ ആരോപണം വരികയാണെങ്കിൽ അന്ന് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു സമാശ്വാസ നിർദ്ദേശത്തോടെ ഹൈക്കോടതി ഈ കേസ് ക്ലോസ് ചെയ്തു. പക്ഷെ ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് വിളിച്ചു വരുത്തി രൂക്ഷ വിമർശനം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഭ്യന്തര സെക്രട്ടറി ഹാജരാകാൻ പറഞ്ഞപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഹാജരാക്കിയെന്നുള്ള ആ ഒരു ഒറ്റ പോർഷൻ അത് ഒരുപക്ഷെ അത് ഈ കേസുമായിട്ടും മെറിറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പോലും ആ ഒരു നടപടിക്രമത്തിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി ശ്രീജിത്തിനെതിരെയുള്ള എല്ലാ കേസും, അതായത് ഈ ഒരു ആരോപണങ്ങൾ, ഇത്ര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ഹൈക്കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ്. അതിലെ ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എസ് ശ്രീജിത്തിനും ആശ്വാസം. ഇനി വീണ വിജയനുമായി ബന്ധപ്പെട്ട ED കേസ് അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം വീണ വിജയനുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയുടെ കോഴിക്കോട് പന്തീരങ്കാവിലെ ഓഫീസ് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. കെട്ടിടത്തിന് സമീപത്ത് കൃത്യമായ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണയുടെ ഭർത്താവ് കൂടിയായ PA മുഹമ്മദ് റിയാസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ ടീയുമായി ബന്ധപ്പെട്ട ഒരു ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 2023 അനീസ് എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനീസാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ആ കെട്ടിടം വ്യക്തമാണ്. കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ചെറിയ ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. പൊടി പിടിച്ച് കിടക്കുന്ന രീതിയിലാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അധികം ആളുകൾ ഇവിടുന്ന് കടന്നു വരാത്ത രീതിയിലുള്ള ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ബോർഡും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഈ ഒരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. അനീസിൻ്റെയും അതുപോലെ തന്നെ ഈ അനീസും വീണയ്ക്കും പാർട്ട്ണർഷിപ്പുള്ള ഒരു സ്ഥാപനമാണിത്. കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ പരിസരവാസികൾക്കൊന്നും ഇവിടെ ആളുകൾ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതായിട്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു രീതിയിൽ പേപ്പർ മാത്രമേ പതിച്ചിട്ടുള്ളൂ. അതിൽ ഈ ഒരു ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ദൃശ്യത്തിൽ എഴുതിയിട്ടുള്ളത് എന്നുമാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. രേഖകൾ പ്രകാരമാണെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ, അതായത് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികാരങ്ങൾ ഉള്ളത് വീണയ്ക്കാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വീണയാണ് എന്നുള്ളതും നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. 10 ലക്ഷത്തിലധികം രൂപ വീണ ഇതിനു വേണ്ടി ഈ ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PA മുഹമ്മദ് റിയാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ രേഖകളെല്ലാം, അതായത് നിക്ഷേപങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹാജരാക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരിസരവാസികൾക്ക് പോലും, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് കെട്ടിടങ്ങൾ, ഈ കെട്ടിടത്തിൽ തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ലക്ഷ്മിപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്നതിലാണ് ED അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരാളുടെ പേരിൽ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്കാണ് എന്നാണ് സംശയം. 20 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കോഴിക്കോട് നടന്ന റെയ്ഡിന് ശേഷം അന്വേഷണം മുഹമ്മദ് റിയാസ് MLAയിലേക്ക് എത്തുന്നതിൽ CPM രാഷ്ട്രീയ വിശദീകരണ യോഗം കൂടി വിളിക്കുന്നുണ്ട്. അടുത്ത ദിവസം കോഴിക്കോടാണ് യോഗം ചേരുക. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ED നിലപാടിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നിലവിൽ ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളുടെ രാഷ്ട്രീയം നോക്കിയുള്ള വിവാദങ്ങൾ അനാവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. DYFI ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പൊ എന്നോട് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിന്റെ ചെയ്തെങ്കിൽ ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പോലീസ് കൊടുക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ശുപാർശ ആരും അംഗീകരിക്കില്ല, ആരുടെ ഇടപെടലും അംഗീകരിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഹവാല പണമിടപാട് പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വീണ തുടങ്ങിയ മുഴുവൻ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കുടപിടിക്കുകയാണ്. യാതൊരു സേവനവുമില്ലാതെ വീണ കൈപ്പറ്റിയ മുഴുവൻ പണവും പിണറായിക്ക് വേണ്ടിയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഹവാല ഇടപാട് പോലും വ്യക്തമായ തെളിവോടുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ആരോപിതനായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കർ ഇന്ത്യ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വിവാദവും അന്വേഷണവും ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യങ്ങൾ പുറത്തു വരികയാണെന്ന് മന്ത്രി K മുരളീധരൻ. നല്ല അന്വേഷണം ഉണ്ടാകുമെന്നും EDയുടെ അന്വേഷണത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നും K മുരളീധരൻ പ്രതികരിച്ചു. EDയുടെ അന്വേഷണത്തിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. ED അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഞങ്ങൾക്ക് EDയെക്കുറിച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസിനുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരേ സ്റ്റാൻഡാണുള്ളത്. ഈ കേസ് എന്താണെന്നുള്ളത് കേസിൻ്റെ വഴിക്ക് പോട്ടെ. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED അടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. എല്ലാ അന്വേഷണവും ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വരാത്ത മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് പിട്ടടിച്ചവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകിക്കൊണ്ടാണ് ഭേദഗതി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന നടപടിയിലാണ് രാജ്യം ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, അതിർത്തി സംസ്ഥാനങ്ങളിലെ കളക്ടർമാർക്കാണ് ഈ ഒരു മാറ്റം നൽകിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളമാണ് നമ്മുടെ ഈ പൗരത്വം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക? അഖില അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന കാര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭേദഗതി വരുത്തിയത്. ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളെത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ലഘൂകരിച്ചിരുന്നു. അതിലൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അപേക്ഷകൾ പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുകയാണ്. നിലവിലൊരു ഉന്നതാധികാര സമിതിയാണ് ഇക്കാര്യം പരിശോധിച്ച് തീരുമാനിക്കുന്നത്. ഈ സമിതിക്ക് മുൻപിൽ ധാരാളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയും അതിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം അപേക്ഷകൾ ഇനി ജില്ലാ കളക്ടർമാർ പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ എന്നൊരു ഉത്തരവിലേക്ക്, മാറ്റത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിയത്. ഇത്തരത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കാനാകും. ഒപ്പം തന്നെ രേഖകളുടെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ജില്ലാ കളക്ടർമാർക്ക് നടത്താനാകും എന്ന നിഗമനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഉള്ളത്. വിവിധ അതിർത്തി സംസ്ഥാനങ്ങൾ, അത് ജമ്മു കാശ്മീരും ലഡാക്കും കൂടാതെ ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര
തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ മാറ്റം ബാധകമാവുക. അതിൽ തന്നെ അസമിലെയും ത്രിപുരയിലെയും ഗോത്ര വിഭാഗ മേഖലയെ ഈ മാറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഇനി മുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൗരത്വ അപേക്ഷ പരിഹരിക്കുകയും പരിശോധിക്കുകയും അതിൽ അന്തിമ ഉത്തരവ് നൽകാനുമുള്ള തീരുമാനം, അതിനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. അഖില. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലായിരിക്കും ഈ മാറ്റം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഇനി സ്വർണ്ണവിലയെക്കുറിച്ച് പറഞ്ഞാൽ കുതിച്ചുയരുകയാണ്. സ്വർണ്ണവില ഉയരുന്നതിനൊപ്പം തന്നെ ഓഹരി വിപണിയിലും വലിയ കുതിപ്പാണ് ഇന്ന് കണ്ടത്. സ്വർണ്ണത്തിന് ഗ്രാമിന് 395 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 14,600 രൂപയായി. പവന്റെ വില 3,160 രൂപ കൂടി 1,16,800 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണത്തിനുണ്ടായ വിലക്കയറ്റം കേരളത്തിലെ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിച്ചു. വെള്ളി വിലയും കൂടിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയും 10 ഗ്രാമിന് 2,550 രൂപയുമാണ് വില. ഓഹരി വിപണിയിലും ഇന്ന് വൻ കുതിപ്പ് രേഖപ്പെടുത്തുന്നു. എല്ലാ ഓഹരികളും നേട്ടത്തിലാണ്. നീലക്കുറിഞ്ഞി പൂവിട്ട ഇടുക്കി മൂന്നാറിലെ ചൊക്രമുടി ഭൂമി വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണ്. കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറിലധികം ഭൂമിക്ക് താൽക്കാലികമായി കരമടച്ചു നൽകാൻ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ സഹോദരങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ 3 സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. ഹർജിക്കാരുടെ അമ്മയുടെ പിതാവിന് 1975 ലഭിച്ച പട്ടയഭൂമിയാണ് ഇത്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പട്ടയം സമ്പാദിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭൂമി ഉൾപ്പെടെ 13 ഏക്കർ 79 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം 2025 മാർച്ചിൽ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരെ ഹർജിക്കാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകി. ഈ അപ്പീൽ കളക്ടറുടെ പരിഗണനയിലാണ്. എന്നാൽ കാർഷിക വായ്പ പുതുക്കുന്നതിനായി ഭൂനികുതി അടയ്ക്കേണ്ടതുണ്ടെന്നും വില്ലേജ് ഓഫീസർ കരം സ്വീകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഭൂവുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ താൽക്കാലികമായി നികുതി സ്വീകരിക്കാൻ ഉത്തരവിടുകയായിരുന്നു. വിധിയുടെ പകർപ്പ് ലഭിക്കുന്ന തീയതി മുതൽ 10 ദിവസത്തിനകം നികുതി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാർ, ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഉടുമ്പൻചോല തഹസീൽദാർ, ബൈസൺ വാലി വില്ലേജ് ഓഫീസർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. റദ്ദാക്കപ്പെട്ട പട്ടയം കോടതി പുനഃസ്ഥാപിച്ചു നൽകിയിട്ടില്ല എന്നത് റവന്യൂ വകുപ്പിന് താൽക്കാലിക ആശ്വാസമാണ്. എങ്കിലും ചക്രമുടിയിൽ നിന്ന് മുൻപ് ഒഴിപ്പിക്കപ്പെട്ട കൂടുതൽ പേർ സമാന ആവശ്യവുമായി കോടതിയെ സമീപിച്ചാൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് വഴിമാറും. ഹർജിക്കാർ നൽകിയ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ബൈസൺ വാലി വില്ലേജ് ഓഫീസർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ദ്വിദിന യോഗം ചെന്നൈയിലെ മഹാബലിപുരത്താണ് ചേരുന്നത്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിമാർക്ക് പുറമെ മുതിർന്ന മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും യോഗത്തിലുണ്ട്. മണ്ഡല പുനർനിർണയം, നദീജലം പങ്കിടൽ, ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ചർച്ച ചെയ്യുക. കേരളത്തിന്റെ ആവശ്യപ്രകാരം ലഹരി തടയുന്നതിനുള്ള പ്രത്യേക പ്ലാനും 31ാമത് ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. ജന്തർ മന്ദറിൽ താൻ കണ്ടത് യുവത്വത്തിന്റെ ശക്തിയും മനോഹാരിതയും കൂട്ടായ്മയുമാണെന്ന് നടൻ പ്രകാശ് രാജ്. യുവത്വത്തിന്റെ കരുത്ത് രാജ്യം തിരിച്ചറിഞ്ഞ നാളുകളാണ്. അവരെ ഓർത്ത് അഭിമാനമുണ്ട്. യുവാക്കൾ പാർലമെന്റിനെ പിടിച്ചു കുലുക്കി. നമുക്കെല്ലാം തലച്ചോറുണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായെന്നും പ്രധാനമന്ത്രി ഇത്രയും നാൾ വേട്ടക്കാരനായിരുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. At last, he has accepted that we all have brains. He has accepted that he is afraid of brains, afraid of people questioning, afraid of people protesting. ബംഗ്ലാദേശിൽ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഭരണകക്ഷിയായ BNPയുടെ മിർസ ഫക്രുൾ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സ്ഥാനാർത്ഥി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് മത്സരം. പാർലമെന്റിൽ BNPക്ക് 3/2 ഭൂരിപക്ഷമുള്ളതിനാൽ ആലംഗീറിന്റെ വിജയം ഉറപ്പാണ്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്
വോട്ടെടുപ്പ് നടക്കുക. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അടുത്ത അനുയായി മുഹമ്മദ് ഷഹാബുദ്ദീൻ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ മാസം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ അധികാരമേൽക്കും. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA സാമ്പത്തിക ഇടപാട് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളായ കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ, ആവള കുട്ടോത്ത് സ്വദേശി നീഷ്മ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നൽകിയ ഹർജി പരിഗണിച്ചാണ് വടകര NTPS കോടതി നാളെ വൈകിട്ട് 4 മണിവരെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിൽ ആദ്യം അറസ്റ്റിലായ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അതേസമയം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പെട്ടുപോയതാണെന്നും പ്രതി കാവ്യ പറഞ്ഞു. ആലപ്പുഴ കരുവാറ്റയിൽ 8ാം ക്ലാസ്സുകാരിയുടെ കൊട്ടേഷനിൽ വയോധികനെ 3 കൗമാരക്കാർ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ്. 16നും 18നും മധ്യേ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ ഉൾപ്പെട്ടാൽ അവരെ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. ഇതിനായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെയാണ് നടപടിക്രമം. പ്രതികളുടെ ജീവിത സാഹചര്യം, മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, കൊലപാതകം നടത്തിയ രീതി തുടങ്ങിയവ പരിഗണിച്ചുള്ള നിയമോപദേശം തേടിയാണ് പോലീസ് ഇതിലേക്ക് കടക്കുക. കേസിലെ കുറ്റാരോപിതർ 3 പേരും നിലവിൽ മായിത്തറ സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. കോട്ടയത്തുകാർക്ക് പൂക്കളമിടാൻ മറുനാടൻ പൂക്കളുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാർ ഇത്തവണയും എത്തിയിട്ടുണ്ട്. തിരുനക്കര ബസ് സ്റ്റാൻഡിന് മുന്നിലെ വഴിയോരത്ത് പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ പൂക്കൾക്ക് വില കൂടിയിട്ടുണ്ടെങ്കിലും കച്ചവടത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ ഉഷാറാകും എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അത്തം പിറന്നതിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാർ തിരുനക്കരയിലെത്തി. ചെണ്ടുമല്ലിയും ജമന്തിയും മുല്ലയും അരളിയുമൊക്കെയായി തിരുനക്കരയിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ദിണ്ടിഗലിൽ നിന്നുള്ളവരാണ് വ്യാപാരികളിൽ കൂടുതലും. പൂക്കൾ എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയാണ്. വർഷങ്ങളായി ഓരോ ഓണക്കാലത്തും ഇവർ പൂക്കച്ചവടത്തിനായി തിരുനക്കരയിൽ എത്താറുണ്ട്. ഇത്തവണയും ഓണമായതോടെ പൂവില കുതിച്ചുയർന്നു. ചെണ്ടുമല്ലിക്കും വാടാമുല്ലയ്ക്കും കിലോയ്ക്ക് 300 രൂപയാണ് വില. റോസ് നിറമുള്ള അരളിക്ക് കിലോയ്ക്ക് 400 രൂപയും വെള്ള ചുവപ്പ് അരളികൾക്ക് കിലോയ്ക്ക് 600 രൂപയും വിലയുണ്ട്. റോസാപ്പൂവിന് 500 രൂപയും മുല്ലപ്പൂവിന് മീറ്ററിന് 150 രൂപയും കിലോയ്ക്ക് 1300 രൂപയുമാണ് வில. இங்கே நாங்கள் 20 வருஷமாக பூ கச்சவடம் பண்ணிகிட்டு இருக்கோம். ஆனால் இந்த வருஷத்தில் ரொம்ப கச்சவடம் வந்து விலை ஜாஸ்தியாக போயிட்டுருக்கு. பூ எல்லா பூவுமே விலை ஜாஸ்தியாக போயிட்டுருக்கு. இன்னும் என்ன நிலவரம்னு தெரியல. அடுத்து நாள் பட இன்னும் ஓணம் பருவடி வரந்தட்டிக்கும் ரேட்டு ஜாஸ்தி ஆகும்ன்ற ஒரு எதிர்பார்ப்பில் நாங்கள் இருக்கோம். ரேட்டு கம்மியாக போனால் நாங்களே கம்மியாக போவோம். முன்னே வந்து பூ எடுத்து வந்து திண்டுக்கல்ல எடுத்தோம். இப்போ வந்து எங்களுக்கு பெங்களூரு மார்க்கெட்லேயும் ஒசூர் மார்க்கெட்லேருந்து பூ வருது. അംഗങ്ങ തോട്ടത്തിൽ പോയി തന്നെ ഞങ്ങൾ വാങ്ങിട്ട് വന്ന് ഇപ്പോൾ കൊടുത്തിട്ടിരിക്കോം. കേരളത്തിൽ അധിക മഴ പൂക്കൃഷിക്ക് വെല്ലുവിളിയായെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ മഴ കുറഞ്ഞതാണ് വെല്ലുവിളി ഉയർത്തിയത്. ഇതോടെ വിപണിയിൽ പൂവിന്റെ വരവ് കുറഞ്ഞു, വില കൂടി. ஒன்று வெள்ளம் இங்கே தான் கேரளாவில் தான் வெள்ளம். தமிழ்நாட்டில் ரொம்ப தண்ணிக்கு வந்து வறட்சி. அதனால் பூ வரத்து வந்து ரொம்ப கம்மியாக இருக்குது. அன்றாட மார்க்கெட் ரேட்டு எந்த ரோட்டோ அந்த ரேட்டுக்கு வந்து நாங்கள் அங்கே இருக்கிற மக்களுக்காண்டி வந்து டெலிவரி பண்ணி கொடுக்குறோம். பெங்களூர் மார்க்கெட்டு, ஒசூர், மதுரை 3 மார்க்கெட்டு நிலவரம். திண்டுக்கல், நாங்கள் எங்கள் சொந்த ஊர் திண்டுக்கல். அங்கே பூ இல்லைன்னா நாங்கள் உங்களுக்காண்டி நாங்கள் போய் அங்கே வாங்கணும். വലിയ തുക നഗരസഭയിൽ ഫീസടച്ചാണ് വ്യാപാരികൾ വഴിയരികിൽ പൂക്കച്ചവടത്തിന് ഇടം പിടിച്ചിരിക്കുന്നത്. തട്ടിടുന്നതിനും ഷെഡ് കെട്ടുന്നതിനുമൊക്കെ വലിയ തുക വേറെയും ചിലവായി. ഇതും പൂക്കളുടെ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. പൂക്കളത്തിന് വേണ്ട വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഇനം തിരിച്ചു വാങ്ങിയാൽ വലിയ തുകയാകുമെന്നതിനാൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഒന്നിച്ച് 1 കിലോ, 2 കിലോ, 3 കിലോ എന്നിങ്ങനെ തൂക്കമുള്ള കിറ്റുകളായും വിൽക്കുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നതോടെ പൂക്കളുടെ ഡിമാൻഡ് കൂടും, ഒപ്പം വിലയും കൂടിയേക്കും. എല്ലാ ഓണക്കാലത്തും കോട്ടയത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് തിരുനക്കരയിൽ തന്നെയാണ്. അതിന് കാരണം ഈ പൂക്കടകൾ തന്നെയാണ്. വരും ദിവസങ്ങളിൽ വ്യാപാരികളുടെ എണ്ണവും കടകളുടെ എണ്ണവും ഒക്കെ കൂടും. തിരുനക്കരയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.